ബാംഗ്ലൂരാണ്. 50 seconds remaining. Confident അല്ലെങ്കിൽ split ആയിരിക്കൂ. 40 seconds remaining. 12 ഉള്ളൂ അത്. ISR ഇതെന്തിനു മാത്രമേ ഞാൻ കേട്ടു. 30 seconds remaining. അല്ല വെറുതെ കളയണോ? അല്ല ഇനി ഉണ്ടാവും വേറെ പിന്നെ ISR ഒക്കെ എടുക്കാം. 20 seconds remaining. Quick change option വേണമോ വേണ്ടയോ? വേണ്ട 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 വേണ്ട. വേണ്ട. ഗസ് വർക്ക് ആണോ? എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? 1-ല് 10 ലക്ഷം, 2-ല് 2 ലക്ഷം. ട്രിവാൻഡ്രത്തെ ISR കേട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി നേരത്തെ പറഞ്ഞ പോലെ ആണ് വെച്ചത് വീണ്ടും. 2 ലക്ഷം അവിടെ സേഫ്റ്റിക്ക് അല്ലേ? എന്നാലും 2 ലക്ഷം അല്ലേ അത്? 2 ലക്ഷം തന്നെയാണ്. പക്ഷെ എന്താ അറിയോ, പൊട്ടിച്ചിട്ട് ഒരു 50,000 വെക്കാൻ പറ്റിയില്ല വെച്ചേനെ അല്ലേ? അതാണ് എന്താ ചെയ്യാ? വേണമെങ്കിൽ പോക്കറ്റില് വല്ല 50,000 ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാൻ അത് വേണ്ട. ഇവിടെ ഉള്ളത് കളിച്ച് നേടാനാ വന്നത്. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. കേരളത്തിൽ എത്ര ISRO കേന്ദ്രങ്ങളുണ്ട് എന്നാണ് ചോദ്യം. 1 എന്ന ആൻസർ ഓപ്ഷനിൽ 10 lakhs, 2-ൽ 2 ലക്ഷം, 3-ൽ ഒന്നും ഇല്ല. Are you ready to know? Top or drop? കേരളത്തിൽ എത്ര ISRO കേന്ദ്രങ്ങളുണ്ട്? 1 ആണോ 3 ആണോ? 1-ൽ 10 ലക്ഷം, 3-ൽ ഒന്നുമില്ല. ശരിയായ ഉത്തരം 1 ആണെങ്കിൽ you are gonna go to the 6th question. But if it's the wrong answer, ഓമനപ്പുഴക്കടപ്പുറത്തെന്നോമനെ നാവും. 1-ൽ 10 ലക്ഷം, 3-ൽ ഒന്നും ഇല്ല. Top or drop? കേരളത്തിൽ ഒരു ISRO കേന്ദ്രമാണുള്ളത്. ട്രിവാൻഡ്രത്താണ്. യുവർ ഇൻഫർമേഷൻ ഇസ് കറക്റ്റ്. എന്തായാലും ഗണപതി ഉറപ്പായിട്ടും രക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. മാറ്റിവെക്കുന്നതല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് എക്സൈറ്റിംഗ് ഹിയർ. അതുകൊണ്ട് അതിന് മുൻപേ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് അവരുടെ ആൻസർ ഓപ്ഷൻസ് കൊടുത്തിട്ട് വരാം. ഓപ്ഷൻ A ഹിന്ദു, ഓപ്ഷൻ B മുസ്ലിം, ഓപ്ഷൻ C ക്രിസ്ത്യൻ ആൻഡ് ഓപ്ഷൻ D സിഖ്. ചോദ്യം ഇതാണ്: ഒപ്പന നൃത്തം ഏത് സമുദായവുമായി ബന്ധപ്പെട്ടതാണ്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്: ഓപ്ഷൻ A ഹിന്ദു, ഓപ്ഷൻ B മുസ്ലിം, ഓപ്ഷൻ C ക്രിസ്ത്യൻ ആൻഡ് ഓപ്ഷൻ D സിഖ്. SMS അയക്കേണ്ട ഫോർമാറ്റ് ഇസ് ദിസ്: AYR സ്പേസ് ഓപ്ഷൻ A or B or C or D സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കുന്ന നമ്പർ 585585. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ SMS അയക്കാനുള്ള സമയമുണ്ട്. സ്റ്റാർട്ട് സെൻഡിങ് യുവർ SMSs. കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്കും ഒരു ഭാഗമാവാം. നമ്മുടെ എല്ലാ എപ്പിസോഡുകളും പ്ലീസ് മറക്കാതെ 7 മണിക്ക് കണ്ടുകൊണ്ടിരിക്കുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം മാത്രം നൽകുക. ഒരു പക്ഷേ 1 കോടി നേടുന്ന മത്സരാർത്ഥി, ആ ഭാഗ്യമുള്ള മത്സരാർത്ഥി നിങ്ങളാവാം. 10 ലക്ഷം കയ്യിലുണ്ട്. റെഡിയാണോ? യെസ്, റെഡി. ഓക്കെ, ഗെയിം പൊസിഷൻ നോക്കാം. 6ാമത്തെ ചോദ്യം വരെ എത്തിയിരിക്കുന്നു 10 ലക്ഷവുമായി. ഫീലിംഗ് ഗുഡ്? ആദ്യത്തെ അബദ്ധങ്ങളൊന്നും പിന്നീട് ആവർത്തിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. യു പ്ലേഡ് പ്രിറ്റി വെൽ. 2 ചോദ്യങ്ങൾ മാത്രമാണ് ഇനി ബിറ്റ്വീൻ യു ആൻഡ് 10 lakhs. കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 6 ആർ: എണ്ണം, പുഴകൾ. എണ്ണം എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്?
എണ്ണം എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതെ. പക്ഷെ പുഴകൾ ചോദിച്ചു കഴിഞ്ഞാൽ പുഴകൾ എടുത്തു കഴിഞ്ഞാൽ എടുക്കണം. പുഴകൾ എടുക്കാം. പുഴകൾ എടുക്കാം. പുഴകൾ. പുഴകൾ. കാറ്റഗറി പുഴകൾ. ആൻസർ ഓപ്ഷൻസ് പമ്പ, പെരിയാർ, ഭാരതപ്പുഴ. ചോദ്യം എന്താ നോക്കാം. നിള നദി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻസ് ഇതാണ് പമ്പ, പെരിയാർ ആൻഡ് ഭാരതപ്പുഴ. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. ഭാരതപ്പുഴ പെരിയാറല്ലേ? അല്ല, പെരിയാറാണെന്നാണ് എന്റെ തോന്നല്. കോൺഫിഡൻസ് 50 seconds. കളയണോ? രണ്ടിന് കളയണോ? ഉറപ്പാണല്ലോ. രണ്ടിടത്ത് വെച്ച് പെരിയായിരുന്നു. ഇല്ല, എനിക്ക് വെക്കണ്ട. അല്ല, രണ്ട് ഗണപതിക്ക് ഇരിക്കട്ടെ. ഗണപതിക്ക് രണ്ടിരിക്കട്ടെ. 40 seconds remaining. ഉറപ്പല്ലേ? ഇത് നിളയാണ്, ഉറപ്പാണ്. പക്ഷെ ഞാൻ എങ്ങനെ സംശയം വേണ്ട. ഭാരതപ്പുഴ തന്നെയായിരിക്കും. ആണ് ശരിയായിരിക്കട്ടെ. അതിൽ രണ്ടിരിക്കട്ടെ. പെരിയാറ് അല്ല, ഭാരതപ്പുഴ. ഭാരതപ്പുഴ തന്നെ. മാറ്റണോ? വേണ്ട വേണ്ട വേണ്ട. 20 seconds കിട്ടി. remaining. അതന്നെ, ഭാരതപ്പുഴ തന്നെ. മാറ്റണോ? വേണ്ട, അത് വെക്കണോ ഇങ്ങോട്ട് വെക്കണോ? അതാണ് ചോദിക്കുന്നത്. മാറ്റണോ? കോൺഫിഡന്റ് ആണെങ്കിൽ ഞാൻ ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്യും. പോരെ പോരെ വെക്കാം. വേണമെങ്കിൽ വെക്കാം. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഓപ്ഷൻ വേണം. Time over. പമ്പ ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. പെരിയാറിൽ 2 ലക്ഷം, ഭാരതപ്പുഴയിൽ 8 ലക്ഷം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ അവസാനത്തെ അവസരമാണിത്. എക്സ്ട്രാ 30 seconds if you want to rearrange your money. Do you want it or not? Yes, want it. You want it. Your time starts now. എന്താ അറിയോ, ഭാരതപ്പുഴയിൽ നിള നിള കേട്ടിട്ടുണ്ട്. ആ നിള കുറ്റിപ്പുറത്ത് നിള പാർക്ക് തന്നെ ഉണ്ട്. നിള ശരി ശരി. ഓക്കെ, വെറുതെ 2 ലക്ഷം കളയണ്ട. വേണ്ട വേണ്ട. ഓക്കെ, ഇത് തന്നെ മതി മതി. 10 seconds remaining. Time over. നിള നദി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ഏതാണ് എന്നാണ് ചോദ്യം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ മാറ്റം വരുത്തിയിട്ടുള്ളത്. മാറ്റാനുള്ള കാരണം എനിക്ക് ഉറപ്പാണ് ഭാരതപ്പുഴയാണെന്ന്. ഭാരതപ്പുഴയുടെ അവസാനം പൊന്നാനിയാണ്. അതിനെക്കുറിച്ച് അറിയാം. കുറ്റിപ്പുറത്ത് നിള പാർക്ക് തന്നെയുണ്ട്. കുറ്റിപ്പുറം ഞങ്ങളുടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ കൂടിയുള്ളതാണ്. എന്നാലും ദിവ്യ ചെറിയൊരു ഡൗട്ട് പറഞ്ഞ കാരണം ഞാൻ വെച്ചതാണ്. ഇത്രയും ഫാക്ട്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം യു വർ വെരി ഷുവർ അബൌട്ട് ഭാരതപ്പുഴ. Yeah. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ഭാരതപ്പുഴ ശരിയായ ഉത്തരമാണെങ്കിൽ 10 ലക്ഷവുമായി 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. But if it is the wrong answer, അതേപോലെ പുറത്തേക്ക് ഓടിക്കോളൂ. പമ്പയിൽ ഒന്നുമില്ല, പെരിയാറിൽ ഒന്നുമില്ല, ഭാരതപ്പുഴയിൽ 10 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്? ശ്വാസം പിടിച്ചു വെച്ചോളൂ. ഡ്രോപ്പിന് സമയമായിട്ടില്ല. ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓൺ വിവൽ. കയ്യിൽ 1 കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവൽ. കയ്യിൽ 1 കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബ്രേക്കിന് മുൻപേ കനേഷനും ദിവ്യക്കും നൽകിയിരുന്ന ചോദ്യം ഇതാണ്: നിള നദി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ഏതെന്ന്. 6ാമത്തെ ചോദ്യമാണിത്. 10 ലക്ഷവുമായാണ് ഈ ചോദ്യത്തിലേക്ക് വന്നത്. ആൻസർ ഓപ്ഷൻസ് പമ്പ, പെരിയാറിൽ ഒന്നും വെച്ചിട്ടില്ല. ഭാരതപ്പുഴ എന്ന ആൻസർ ഓപ്ഷനിൽ 10 ലക്ഷം ഇപ്പോൾ ഉണ്ട്. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നു. ദിസ് വാസ് ദ ലാസ്റ്റ് ചാൻസ് എനിവേ. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ഭാരതപ്പുഴ 10 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്?
10 ലക്ഷവുമായി 7ാമത്തെ ചോദ്യത്തിലേക്ക്. ദിവ്യ എന്ത് തോന്നുന്നു? ദൈവത്തോട് നന്ദി പറയുന്നു. 2 ലക്ഷം പെരിയാറിൽ വെച്ചതല്ലേ? ദൈവത്തിനോടാണോ അതോ ഗണേഷിനോടാണോ? ഗണേഷിനെ ദൈവമായി ഗണേഷ് ഓൾസോ നോൺ ആസ് ഗണേഷ്. വരുന്ന സമയത്ത് 4 ചോദ്യം വരെ കടന്നുകൂടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വന്നത്. ഇന്ന് തിരിച്ചു ഇവിടെ എത്തിയല്ലോ. ചോദ്യം വരെ അങ്ങോട്ട് കിടക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്ങനെ കിടക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ദൈവം ഇതുവരെ എത്തിച്ചു. ഡെഫിനറ്റ്ലി 10 ലക്ഷം ഇപ്പോഴും കയ്യിലുണ്ട്. 7ാമത്തെ ചോദ്യത്തിലേക്ക്, നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകർക്കായി വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ഹിന്ദു, ഓപ്ഷൻ ബി മുസ്ലിം, ഓപ്ഷൻ സി ക്രിസ്ത്യൻ ആൻഡ് ഓപ്ഷൻ ഡി സിഖ്. ചോദ്യം ഇതാണ്: ഒപ്പന നൃത്തം ഏത് സമുദായവുമായി ബന്ധപ്പെട്ടതാണ്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ഹിന്ദു, ഓപ്ഷൻ ബി മുസ്ലിം, ഓപ്ഷൻ സി ക്രിസ്ത്യൻ ആൻഡ് ഓപ്ഷൻ ഡി സിഖ്. SMS അയക്കേണ്ട ഫോർമാറ്റ് AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കേണ്ട നമ്പർ 58585. SMS അയക്കാൻ നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ സമയമുണ്ട്, ഓർമ്മയുണ്ടല്ലോ. 12 o'clock till tomorrow. കയ്യിലൊരു കൊടിയിൽ നിങ്ങൾക്ക് ഒരു ഭാഗമാവാം. നമ്മുടെ എല്ലാ എപ്പിസോഡുകളും പതിവായി കണ്ടുകൊണ്ടിരിക്കുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം മാത്രം നൽകുക. ഒരു പക്ഷേ 1 കോടി നേടുന്ന മത്സരാർത്ഥി നിങ്ങളിൽ ഒരാളാവാം. 10 ലക്ഷം കയ്യിലുണ്ട്. ഗെയിം പൊസിഷൻ നോക്കാം. 7ാമത്തെ ചോദ്യം വരെ എത്തിയില്ലേ? അതുകൊണ്ട് ഒരു ആൻസർ ഓപ്ഷൻ ഞാൻ ഒഴിവാക്കാൻ പോകുന്നു. 10 ലക്ഷം ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ആൻസർ ഓപ്ഷന്റെ മുകളിലാണ് വെക്കേണ്ടത്. 7th ക്വസ്റ്റ്യനിലേക്കുള്ള കാറ്റഗറീസ് എന്താ നോക്കാം. വിമാനത്താവളങ്ങൾ ലയനം. എന്തും ചോദിക്കാം. വിമാനത്താവളം എടുക്കല്ലേ? വിമാനത്താവളം എന്തും ചോദിക്കാം. വിമാനത്താവളങ്ങൾ എടുക്കാം. വിമാനത്താവളങ്ങൾ. വിമാനത്താവളങ്ങൾ ചോസൻ കാറ്റഗറി വിമാനത്താവളങ്ങൾ. ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ശരി, തെറ്റ്. ചോദ്യം എന്താ നോക്കാം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് ജില്ലയിലല്ല സ്ഥിതി ചെയ്യുന്നത്. സമയം ആരംഭിച്ചിരിക്കുന്നു. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് ജില്ലയിലല്ല സ്ഥിതി ചെയ്യുന്നത്. അതെ, ശരി ശരി. ഷുവറാണോ? 7ാമത്തെ ചോദ്യത്തിൽ എത്തിയിട്ട് സ്റ്റോപ്പ് ദ ടൈമർ പറയാനുള്ള ധൈര്യം ഉണ്ടോ? എന്നാ പറയൂ. സ്റ്റോപ്പ് ദ ടൈമർ. ശരി എന്ന ആൻസർ ഓപ്ഷനിൽ 10 ലക്ഷം. തെറ്റിൽ ഒന്നുമില്ല. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കാറുണ്ടോ? അവിടെ പോവാറുണ്ടോ? അതിന്റെ തൊട്ടടുത്ത് കൂടെ ഒക്കെ പോവാറുണ്ടല്ലോ. വിമാനത്താവളത്തിൽ പോവാറുണ്ട്. കൊണ്ടോട്ടി, കരിപ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അത്. എന്നിട്ടെല്ലാം കോഴിക്കോട് തെറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറില്ലേ? ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. എന്ത് പറ്റി മാഷേ? ഞങ്ങൾക്ക് ഈ 10 ലക്ഷം കിട്ടിയിട്ട് വേണം ഇനി ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാൻ. തിരിച്ചു പോകുന്നത് ഫ്ലൈറ്റിലാണ്. ഇങ്ങോട്ട് വന്നത് എങ്ങനെയായിരുന്നു? ഞങ്ങള് ഭയങ്കര കഷ്ടപ്പെട്ടാ വന്നത്. ബസ്സിലാ വന്നേ. തിരിച്ചു പോകുന്നത് ഫ്ലൈറ്റിലാണ്. അത്രയ്ക്കും കോൺഫിഡന്റ് അല്ലേ? ഈ 10 ലക്ഷം നിങ്ങളുടേതായിരിക്കും. കോഴിക്കോട് ജില്ലയിലല്ല സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണ്. ശരി, ഓക്കേ. എന്റെ മുഖത്തെ ഈ ഒരു ചോദ്യത്തിന്റെ ഒരു ഗാംഭീര്യം കാണുമ്പോ നിങ്ങൾക്ക് ഒന്നും കൂടെ വായിക്കാൻ തോന്നിയല്ലേ? എന്തെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു ഹുക്ക് ഉണ്ടോ, ഒരു ട്വിസ്റ്റ് ഉണ്ടോന്ന്? ഞങ്ങൾക്ക് ഗണപതിക്ക് വെക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഗണപതിക്ക് വെക്കാൻ പറ്റില്ല. വെച്ചൂടെ? നിങ്ങൾ വെക്കുന്നല്ലേ? 1 ലക്ഷം വെക്കണോ? ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ 1 ലക്ഷം നിങ്ങൾ തെറ്റാണെന്ന് പറയുന്ന ഉത്തരത്തിന്റെ മുകളിൽ വെക്കാം. പ്ലീസ് ബ്രിങ് ദ 1 lakh. സൂര്യ TV നൽകുന്ന 1 ലക്ഷം രൂപ ഗണപതിക്ക് വേണ്ടി ഞാൻ ഇവിടെ വെക്കുകയാണ്. തെറ്റ് എന്ന ആൻസർ ഓപ്ഷന്റെ മുകളിൽ. എന്തായാലും ഈ വേദിയിൽ വരാൻ സാധിച്ചത് നിങ്ങൾ തീർച്ചയായിട്ടും സൂര്യ TVയോട് നന്ദി പറയുന്നതായിരിക്കും. We've had a lot of fun, അല്ലേ? It's been fun.
നിങ്ങൾ പ്രതീക്ഷിച്ചോ ഇവിടെ വന്നിട്ട് ഈ ഓമനപ്പുഴ കടപ്പുറം ഒക്കെ ഞങ്ങൾ ചെയ്യുന്നത്? ഒരിക്കലും ഇല്ലല്ലോ, പ്രതീക്ഷയില്ല. ഞാൻ ചെയ്യിപ്പിച്ചില്ലേ? അതാണ് രസം. കമാൺ, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് ജില്ലയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ആ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ആൻസർ ഓപ്ഷൻസ്. ശരിയിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ് രണ്ടുപേരും. തന്നെ പിന്നെ അത്രയും കോൺഫിഡന്റാ? എന്നാ എന്റെ കൂടെ ടോപ്പ് ഡ്രോപ്പ് വിളിക്കോ? റെഡി? ആ വന്നു നിൽക്കൂ. അതന്നെയായിരുന്നു, ഞാൻ നിങ്ങളെ നടുവിൽ വരാൻ പോവായിരുന്നു. 1 2 3 ടോപ്പ് ഓർ ഡ്രോപ്പ്? Beautifully played. 10 lakhs. 10 ലക്ഷം എങ്ങനെ ഞാൻ ആരുടെ കയ്യിലാണ് തരേണ്ടത്? Come on, come forward and take it. അവിടെയും സ്വാർത്ഥത അല്ലേ? 4 ലക്ഷത്തിന്റെ ബണ്ടിൽ അവിടെ കൊടുക്കാൻ പറഞ്ഞു. 6 ലക്ഷം മൊത്തം ഇവിടെ കൊടുത്താ മതിയോ? എന്ത് തരുന്നു അത് ഞാൻ സ്വീകരിക്കും. അയ്യോ, that is so sweet. നമ്മുടെ our prize money is sponsored by Dhatri and മലബാറിൽ നിന്ന് എന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ആദ്യത്തെ 2 contestants ആണ്. 10 lakhs വലിയ തുകയാണ്. 10 lakhsവുമായി ഇന്ന് ഇവിടുന്ന് പോകുന്നത്. which I am so happy to give you this. കാരണം we also had fun. വെറും മത്സരം മാത്രമല്ലായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്ത് മത്സരിച്ചു. ശരിയല്ലേ? ഞാൻ ഇവിടെ കൊടുക്കാൻ പറഞ്ഞത് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ദിവ്യ ടീച്ചറാണ്. ദിവ്യ ടീച്ചറും ദിവ്യ ടീച്ചറുടെ ഹസ്ബൻഡും രാജുവേട്ടൻ. രാജുവേട്ടനോട് രാജു എന്തായാലും രാജുവേട്ടനോടാണ് ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത്. ഹസ്ബൻഡ് കോയമ്പത്തൂർ ആയുർവേദിക് ഫാർമസിയിൽ വർക്ക് ചെയ്യാണ്. അപ്പം ആൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഈ പ്രോഗ്രാമിന്. അപ്പം ഞാൻ ഓഡീഷന് വരാൻ പറ്റുന്ന വിചാരിച്ചതല്ല. എന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ചതാ, സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, വരാൻ സാർ തയ്യാറാണ്? ഓ റെഡി, നമുക്ക് പോയിട്ട് വരാം, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ വെറുതെ പോയിട്ട് വരാന്ന് പറഞ്ഞു. ഒരു നിമിഷം ഞാൻ ആലോചിച്ചു, ടീച്ചർ എന്നെ തന്നെ സെലക്ട് ചെയ്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇത് മാത്രല്ല, വിവലിന്റെ ഗിഫ്റ്റ്